ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ നനച്ചതാണ്. ഇതിലേക്കായി ഒരു കവർ അവലാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഈ അവലിട്ട് നന്നായി വറുത്തെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ വശങ്ങളൊക്കെ ചുരുങ്ങി വരുന്നതായി കാണാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഈ അവൽ കുഴയ്ക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര പാനിയാക്കിയത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും. 2 ഏലക്കയും കൂടി, ആവശ്യത്തിന് വെള്ളം കൂടി എടുത്തു വയ്ക്കേണ്ടതാണ്. ആദ്യം എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം വെള്ളം തളിച്ച് നന്നായി കുഴച്ചെടുക്കുക. നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. പുട്ടിൻ്റെ മാവൊക്കെ നനയ്ക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മധുരമേറിയത് സ്വാദിഷ്ടവുമായ നമ്മുടെ അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാ പേരും തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.